ഇതാരും വിശ്വസിക്കുമെന്ന് അറിയില്ല ഇതിന്റെ ആൻസർ, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ഐ ഡു ആഫ്റ്റർ വേക്കിംഗ് അപ്പ്? ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് ഞാൻ എന്താ ചെയ്യുന്നത്? ഇത് സീക്രട്ട് ഗൈസ്, ഇത് ഞാൻ എന്റെ സീക്രട്ട് റിവീലാണ്. ഇതെന്താന്ന് ഇതിന്റെ ആൻസർ നീ കണ്ടുപിടിച്ചാൽ നിനക്ക് ഞാൻ മന്തി വാങ്ങിട്ട്. ഇത് സീക്രട്ട് ആണോ? ഇറ്റ്സ് പബ്ലിക് ഗൈസ്, ഇറ്റ്സ് നോട്ട് സീക്രട്ട്. അത് നീ ഇത്രേ ഉള്ളൂ, നീ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഗൈസ് ബോയ്സ് ഇങ്ങനെയാണ്, ഈ സാധനങ്ങളെല്ലാം ശ്രദ്ധിക്കും, നമ്മുടെ മൈൻഡിലും ഉണ്ടാവും. പക്ഷെ ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവരുടെ വിചാരം. ഇവരുടെ മീൻസ് ഗേൾസ്. വെൽക്കം ബാക്ക് ടു ഒരു പുതിയ എപ്പിസോഡ്. അതെ, ഫൺ ടെക്കീസ് ഞങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡാണ്. നമ്മളെ കുറേ ആയിട്ട് ഒരു ഫ്ലോയിൽ അങ്ങനെ പോയല്ലേ. അതെ, ഒരു ഫൺ സെഷൻ നമ്മൾ ചെയ്യണമെന്ന് ഓർത്തു. യെസ്, നമ്മളൊരു ഫ്ലോ ആയിട്ട് ഒരു കണ്ടന്റ്, നമ്മളെ ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഒരു വെറൈറ്റി പിടിച്ചാലോ എന്ന് ആലോചിച്ചല്ലേ. അപ്പൊ ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അല്ലേ? അതെ, ഒരു വെറൈറ്റി സാധനം അല്ലേ, വെറൈറ്റി ആണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഹൂ നോസ് ഹൂ ബെറ്ററോ. യെസ്. ഓ, ആർക്ക് ആരെ നല്ലോണം അറിയാം. അതാണ് ഇന്നത്തെ ഒരു ടാസ്ക്, ഒരു കണ്ടന്റ്. നമ്മള് ഇപ്പൊ എന്നെ കുറിച്ച് ഇവക്ക് എത്ര അറിയാം അല്ലേ, അതല്ലേ മെയിൻ സാധനം. അപ്പൊ ഇവളെ കുറിച്ച് എനിക്ക് എത്ര അറിയാം, അതാണ്. അപ്പൊ ആരാണ് ഇതിൽ ജയിക്കാൻ പോകുന്നത് നമ്മൾ കാണാൻ പോകുന്ന കാര്യം ഈ വ്ളോഗില്, അതല്ലേ അതി? നീ ജയിക്കുവോ? കാണാം. 15 ക്വസ്റ്റ്യൻസ് ആണ് വെച്ചിട്ടുള്ളത്. അതെ, അപ്പൊ ഞാൻ അതില് 15 ജയിക്കുമായിരിക്കും. 15 ജയിക്കുമോ? ഓക്കെ, അപ്പൊ 15 ഔട്ട് ഓഫ് 15 നീ ജയിക്കുന്നതാണ്. ഞാനും 15. ഞാനിപ്പോ 15 പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ 12 അറിയുള്ളൂ എന്നെ കുറിച്ച്, അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ 15 പറഞ്ഞു, അപ്പൊ നീ 15. എന്നെ കുറിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ, ഒരു 15 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാളും അറിഞ്ഞിട്ടില്ല ഏതൊക്കെയാ ക്വസ്റ്റ്യൻസ്. ഇവളൊരു 15 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലാതെ. ഓക്കെ, തുടങ്ങാല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് നമ്മൾ തുടങ്ങാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിം ആർക്ക് ആരെ നല്ലോണം അറിയാം, അതാണ്. ഈശ്വരാ, ഇവന്റെ ക്വസ്റ്റ്യൻസിലെ ഞാൻ ഇങ്ങനെ ഒറ്റ ഇതില് കണ്ടു, വായിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിലെന്തോ ഇമോജിയോ സ്മൈലീസ് ഒക്കെ കാണുന്നുണ്ട്. അത് ഞാൻ ചാറ്റ്ജിപിറ്റിന്ന് കുറച്ച് റെഫർ ഒക്കെ ചെയ്തെടുത്തു. അപ്പൊ ചാറ്റ്ജിപിറ്റിന്റെ സ്മൈലി പെട്ടെന്ന് നോക്കിയപ്പോ എവിടേക്കോ കുറെ സ്മൈലി ഒക്കെ കിടക്കുന്നു. ഇവര് ഇത്ര കറക്റ്റ് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെന്ത് ചെയ്യാനാ? ഓക്കെ, വാട്ട് ഈസ് മൈ മോസ്റ്റ് യൂസ്ഡ് ഡയലോഗ് ഓർ വേർഡ്? ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ്, ഒരു വേർഡ്, മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്താണ്? ചിരിക്കാണ്ട് കാര്യം പറ. അതെനിക്കറിയാം. പറ. എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് പറയണോ? എന്തിന് യൂസ് ചെയ്യുന്നതെന്നൊന്നും പറയണമെന്നില്ല. വേർഡ് പറ, ഡയലോഗ് എന്തിനും പറ. അത് കറക്റ്റ് ആണോ ഞാൻ നോക്കട്ടെ. ഒറ്റയ്ക്ക് വന്നവനാടാ. എന്തോ ഒറ്റയ്ക്ക് വന്നവനാടാ? ഈ അജിത്തേട്ടൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. അത് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴേലും ഒരു ഇതല്ലെങ്കിൽ പിന്നെ ഇവൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സാധനം ആദി ഇല്ല. അത് നിന്നെ പേര് വെച്ച് വിളിക്കുന്നതല്ലേ, അതൊന്നല്ല. ഒരു വേർഡ്, പിന്നെ വേറെ എന്തെങ്കിലും എന്റെ മൈൻഡിൽ അതല്ല. ഇല്ല കേട്ടോ, കറക്റ്റ് ആയിട്ടില്ല ഇതുവരെ. നമുക്ക് നോക്കാം. എന്ത് ചോദിച്ചാലും ആൻസർ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും അവ എന്താ പറയാ, നെഗടിപ്പിക്കൂല. എല്ലാം നോക്കാം. ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ് ഗൈസ്. എന്ത് ചോദിച്ചാലും ചെയ്യാം, നോക്കാം. ഫ്ലാഗ് ആണ്. ഒരു നോ എന്നുള്ള വേർഡ് എങ്കിലും നമുക്ക് കിട്ടണമെന്ന് ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇതിനവനൊന്ന് നോ പറഞ്ഞാൽ മതി, പക്ഷെ നോ പറയില്ല. എനിക്ക് അങ്ങനെ നോ പറയുന്ന ഇഷ്ടമില്ല. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും, പറ്റുന്ന വരെ ഞാൻ ശ്രമിക്കും. പറ്റിയില്ലെങ്കിലേ ഞാനത് അത് വേണ്ടെന്ന് വെക്കുള്ളൂ, അല്ലാതെ നോ പറയില്ല. എനിക്ക് നോക്കാം. ഞാൻ എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ്, ഒരു ട്രൈ ഉണ്ടാവും. ഫസ്റ്റ് ട്രൈ
അപ്പൊ അതാണ്. അപ്പൊ കറക്റ്റ് യെസ് അടിച്ചോ. എന്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഗോ ടു ഫുഡ് ഡ്യൂറിങ് മൈ പീരിയഡ്? അതായത് എന്റെ പീരിയഡ് ടൈമിൽ ഞാൻ എന്ത് കഴിച്ചാലായിരിക്കും ഹാപ്പി ആവുക, അല്ലെങ്കിൽ എന്റെ ഒരു മൂഡ് അങ്ങനെയൊക്കെ. ഓക്കെ, മൂഡ് മാറാ നിന്റെ പീരിയഡ്സിൽ നിനക്ക് എന്ത് കഴിച്ചാലായിരിക്കും നീ കുറച്ചുകൂടെ കംഫർട്ട് ആവുക, അതല്ലേ? ഞാൻ നോർമലി കഴിക്കാത്ത, പക്ഷെ ആ സമയത്ത് മാത്രം. അതെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അത് എന്താ ഐസ്ക്രീം? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ? ഇത് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഐസ്ക്രീം ആണ് നിനക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. സെറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ എനിക്കൊരു പോയിന്റ്, ഇവക്കൊരു പോയിന്റ്. 1-1. അടുത്തത് ഞാനല്ലേ? എന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അത് അങ്ങനെയാണ്, സ്ട്രെസ് ആവണം. ഇത് സിമ്പിൾ ആണ്, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫുഡ് വീക്ക്നെസ്? എന്റെ ഫുഡ് വീക്ക്നെസ് ഏതാ ബിഗ്ഗസ്റ്റ്? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ? നീ ജയിക്കാൻ വേണ്ടിട്ട് 2-3 ഫുഡേ ഉള്ളു വീക്ക്നെസ് ആയിട്ട്. പൊറോട്ട ഇല്ല, അത് എന്റെ ഫുഡ് വീക്ക്നെസ് അല്ല. അത് പൊറോട്ട ഞാൻ കഴിക്കും, പക്ഷെ ഓൾ ടൈം ഞാൻ എല്ലാ ടൈമും ഞാൻ പൊറോട്ട ഫുഡില് ഞാൻ കൂട്ടണം എന്ന് വിചാരിക്കുന്നു. ദോശ ഇല്ല. ഇത് രണ്ടല്ലേ? ഇല്ല. എത്ര ചാൻസ് എടുക്കാൻ? സത്യം പറയണം. ഇല്ല. ഫുഡ് വീക്ക്നെസ്, ഇപ്പോഴത്തെ എന്റെ ഫുഡ് വീക്ക്നെസ് ഇപ്പോഴത്തെ പ്രോട്ടീൻ ചിക്കൻ. ഫുഡ് എന്താ? ചിക്കൻ ആണോ ഫുഡ്? ചിക്കൻ അല്ലേ ഫുഡ്? ചിക്കൻ കറിയോ ചിക്കൻ ഫ്രൈയോ? അത് കറക്റ്റ് പറയാൻ. ഓക്കെ, പ്രോട്ടീനാണ് നമ്മള് ഓക്കെ, അത് തന്നെയാ ചിക്കൻ. എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിച്ചത് അൽഫാം ഷവായ ആണ് എന്റെ ഫുഡ് വീക്ക്നെസ്. അതാണോ? ഞാൻ ഓർത്തു അപ്പൊ ഇതിന് നിനക്ക് 0.5 തരുള്ളൂ കേട്ടോ. 0.5 തരുള്ളൂ നിനക്ക്. എന്നാ വെച്ചാൽ നീ കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ മൈൻഡിൽ അൽഫാം ഷവായ ആയിരുന്നു എന്റെ ഫുഡ് വീക്ക്നെസ്. എന്തായാലും ചിക്കൻ വരെ എത്തിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് 0.5 കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ 1.5, ഞാൻ 1 ആണ്. ഓക്കെ. എന്റെ ഫേവറേറ്റ് മന്ത്സ് ഇൻ എ ഇയർ. മന്ത്സ് ആക്ച്വലി ഞാൻ ഇത് ആലോചിച്ചപ്പോൾ നോർമലി എനിക്ക് ഒരു മന്തേ വരലുള്ളൂ, പക്ഷെ ഇന്നത് ആലോചിച്ചപ്പോൾ എനിക്ക് വേറെ ഒരു മന്തും കൂടെ ഇഷ്ടമാണ്. ജൂലൈ ആയിരിക്കും. ജൂലൈ പിന്നെ വേറെ ഉണ്ടോ? ഡിസംബർ. എന്താണിത്? അതെങ്ങനെ എനിക്കറിയാം? ഡിസംബറിൽ തണുപ്പുണ്ടാവും, പിന്നെ ജൂലൈയിൽ തണുപ്പുണ്ടാവും. ഇതൊക്കെ വലിയ കാര്യമാണ്. ഇതൊക്കെ സത്യം പറയാൻ എനിക്ക് ഡിസംബർ ആണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ ബാൽക്കണി പോയി ഇട്ടപ്പോ മഴ പെയ്യുന്നേ, അപ്പൊ ഞാൻ എനിക്ക് ഇതും ഇഷ്ടമാണല്ലോ. ഞാനിങ്ങനെ പറയും. ഞാൻ 1.5 നീയും ഞാന് 2 അല്ലേ? ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരും വിശ്വസിക്കുമെന്ന് അറിയില്ല ഇതിന്റെ ആൻസർ, പക്ഷെ എന്തായാലും ഞാൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ഐ ഡു ആഫ്റ്റർ വേക്കിംഗ് അപ്പ്? ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് ഞാൻ എന്താ ചെയ്യുന്നത്? അല്ല. വെള്ളം കുടിക്കൂ? അല്ല. ഇത് നിനക്ക് പോലും അറിയില്ല, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അത് എന്താ വെച്ചാൽ നീ അറിയാണ്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ. ഇത് സീക്രട്ട് ഗൈസ്. ഇത് ഞാൻ ഇതിന്റെ സീക്രട്ട് റിവീൽ ആണ്. ഇത് എന്താന്ന് ഇതിന്റെ ആൻസർ നീ കണ്ടുപിടിച്ചാൽ നിനക്ക് ഞാൻ മന്തി വാങ്ങിത്തരാം. ഇന്ന് എനിക്ക് പറ്റുന്നില്ല, വയർ ഫുള്ളായി. ഇൻസ്റ്റാഗ്രാം നോക്കൂ? ഇല്ല. എന്താ നീ ചെയ്യാ? എനിക്ക് പൊതപ്പ് തരുമോ? ഇല്ല. കഴിഞ്ഞോ? തുന്നല്ലാണ്ട് നീ എന്താ ചെയ്യുന്നേ? ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഇതാരും അൺഎക്സ്പെക്ട് വിശ്വസിക്കില്ല, പക്ഷെ ഇല്ല ചുമ്മാ ഞാൻ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കൊന്നുമില്ല. ഇതത്ര വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. അത് സത്യമാണ്. അന്നത്തെ ദിവസം നന്നാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതാണ് ഞാൻ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത്. അത് ഇവക്ക് പോലും അറിയില്ല. അത് എന്ത് ചെയ്യാനാ, പിള്ളേരെങ്ങനെ? ഇതുവരെ കണ്ട നിന്റെ രൂപമല്ലല്ലോടാ. ഞാൻ ബാക്കിൽ ഒരു മറ്റേ ഓറയൊക്കെ വരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ എനിക്ക് 1.5 ആയിട്ടുള്ളൂ കേട്ടോ. 15 വരും എന്ന് പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ക്രഷിന്റെ പേര്. അതെങ്ങനെയാ? അത് എനിക്കറിയാം. ഫസ്റ്റ് ക്രഷിന്റെ പേര് പറഞ്ഞാ എന്റെ ക്രഷിന്റെ പേര് എനിക്ക് ആകെ ഒരു ക്രഷ് കൂടുതൽ തോന്നിയിട്ടുള്ളൂ. അതെ. ഗൈസ് ഞാൻ വിജയിച്ചിരിക്കുന്നു. ഈ പോയിന്റ് എനിക്കാണ് കേട്ടോ. ഞാൻ കേറി പോകുന്നു ഗൈസ്. എനിക്ക് എല്ലാം അറിയാം. ഞാൻ അറിയാത്ത പോലെ ഇരിക്കും. പക്ഷെ ഇവരൊക്കെ വിചാരം എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ലെന്നാണ് ഇവരുടെ വിചാരം. അതെ അതെ, നിന്റെയൊക്കെ വിചാരം അങ്ങനെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നു. എനിക്ക് എത്രയാ? 3 ആയില്ലേ? 3 ആയി. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ആണേ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? എന്റെ പേടി. യെസ്, എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. പേടിയല്ല, അതെന്തോ ഒരു ഇവന് ഇഷ്ടമല്ല. പക്ഷെ എങ്ങാനും റോഡിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇവ ബൈക്കിൽ പോവാണെങ്കിൽ വരെ ഇവന്റെ വണ്ടി അങ്ങ് എവിടെയല്ല, ഞാൻ ഫോണിൽ കണ്ടാലും എനിക്കതൊരു ഞാൻ ഫോൺ ചിലപ്പോ പാമ്പിനെ കണ്ടാ വരെ ഇവൻ ഓടിക്കളയുന്നല്ല. എനിക്കത് ധൈര്യമുണ്ട് ഇവന് പാമ്പ്, പക്ഷെ ഇഷ്ടമില്ല. ഇഷ്ടമില്ല, പേടിയല്ല, ഇഷ്ടമില്ല. എനിക്ക് ആൻസർ ചെയ്യാൻ മുട്ടി നിൽക്കുവോ? എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്. അതെ, കൂടുതൽ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസാ? നിനക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് വീഡിയോ എടുക്കല്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതല്ല ട്രാവലിംഗ്, കറാട്ടെ, കുംഫു അല്ലേ? പക്ഷെ അതെനിക്ക് അറിയില്ല ഗൈസ്. ഇവക്ക് അറിയില്ല, പക്ഷെ അത് അവക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ജയിച്ചു. ഓക്കെ, നിന്റെ പോക്ക് എങ്ങോട്ടാ? നിർത്താവിടെ. എനിക്കറിയാം. അപ്പൊ ഞാൻ 4 പോയിന്റ് ആയി തോന്നുന്നു അല്ലേ? ഞാൻ എല്ലാം കറക്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇഫ് ഐ ബിക്കം എ റിച്ച് ടുമോറോ. ഇതൊരു ഫണ്ണി ക്വസ്റ്റൻ ആണ്. ഇഫ് ഐ ബിക്കം എ റിച്ച് ടുമോറോ, നാളെ ഞാൻ റിച്ച് ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ഐ വിൽ ബൈ? ഞാൻ വാങ്ങുന്ന ഫസ്റ്റ് സാധനം എന്താ? ഇപ്പോഴത്തെ എൻ്റെ മൈൻഡ് സെറ്റ് വെച്ച് പറഞ്ഞേ, എന്നാലേ അത് നിങ്ങൾക്ക് ട്രാക്കാൻ പറ്റുള്ളൂ. BMW. ഇല്ല ഇല്ല, കാറല്ലേ? ആ ശരി, കാർ തന്നെയാ. ഇന്ന് ഉച്ചയ്ക്ക് വരെ ഞാൻ പറഞ്ഞത്. വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ആ കാർ കാർ കാറൊന്നും. ഓക്കെ, എന്തായാലും കാർ എന്ന് പറഞ്ഞു ഞാനൊരു കാറായിരിക്കും വാങ്ങുന്നത്. പക്ഷെ 0.5 കൊടുക്കണോ 1 കൊടുക്കാം. എന്തായാലും ബാക്കിൽ നിൽക്കുക. BMW അല്ല ആ വണ്ടി. അത് ഏതാന്ന് സീക്രട്ട് ആണ് ഗൈസ്. അത് ഒരു ദിവസം ഞാൻ വാങ്ങും അന്ന് പറയാം. ഓക്കെ, എന്തായാലും ഒരു പോയിന്റ് തന്നിരിക്കുന്നു. ജയിച്ചു പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5 ആയല്ലേ? 5 ക്വസ്റ്റ്യൻസ് ആയി. എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് മൂവി. എന്താ നീ നിനക്ക് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, ഹൊറർ, ഇതെല്ലാം നിനക്ക് ഇഷ്ടമാണ് ഗൈസ്. ഇതെല്ലാം മെയിൻ. എനിക്ക് വേറെ ഒരു സാധനമുണ്ട്. അതാ പറഞ്ഞ വെട്ടുന്നതും കുത്തുന്നതും. അതിന്റെ പേരെന്താ പറയാ? വയലൻസോ? വയലൻസ്. വയലൻസ് അല്ല, ശരി പറ. സൈക്കോ ത്രില്ലർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, അതന്നെ. അത് ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, സൈക്കോ, വില്ലൻ, അതെല്ലാം പോയാ എന്നാ 0.5 ഇതാ. പക്ഷെ ഞാൻ എത്തി. ഇവള് ചുമ്മാ വെറുതെ പോയിന്റ് ഇതാക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത്. വാട്ട് ടൈപ്പ് ഓഫ് വീഡിയോസ് ഐ വാച്ച് ദ മോസ്റ്റ് ഓൺ ഇൻസ്റ്റഗ്രാം റീൽസ്? പറയാം. കാർ റേസിംഗ് ഒക്കെ പോലത്തെ വീഡിയോസ് ആയിരിക്കും. ഇല്ല, ഇപ്പൊ മറ്റേ ഇൻസ്റ്റഗ്രാം വീഡിയോസിന് എങ്ങനെ വ്യൂസ് പോകുന്നു ഉള്ളത് പോലത്തെ ആയിരിക്കും. ഇല്ല, രണ്ടും അല്ലേ? ഇപ്പൊ കഴിഞ്ഞു. ഞാനിപ്പോ കാണുന്ന വീഡിയോസ്, ഞാൻ കാണുന്നത്, ഞാൻ നോർമലി കൂടുതൽ ശ്രദ്ധിക്കുന്ന വീഡിയോസ് ഞാൻ ഇങ്ങനെ ഗെയിംസ് എന്തെങ്കിലും, ഇങ്ങനെ മറ്റേ ഇത് ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനത്തെ സാധനങ്ങള്. പിന്നെ കാർ റേസിംഗ്.
അത് ഗെയിം അല്ലേ പിന്നെ? കാർ റേസിംഗ് ഗെയിമാണോ? അല്ലേ? ഓ പോയാ. അതെന്താ ഗൈസ് നിങ്ങൾ പറ, കാർ റേസിംഗ് ഒരു ഗെയിം അല്ലേ? എന്നാ ഞാൻ 0 കൊടുത്തു. എടുത്തോളാം. 0. കുഴപ്പമില്ല. 6 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. എന്റെ ഒരു സീക്രട്ട് ടാലന്റ് എന്താ? Nobody knows about it. സീക്രട്ട് ടാലന്റോ? സീക്രട്ട് ടാലന്റ് അണ്ടർസ്റ്റാൻഡിങ് ദ പീപ്പിൾസ്. ആളുടെ സ്വഭാവം മനസ്സിലാക്കുക. ഇത് സീക്രട്ട് ആണോ? പബ്ലിക് ഗൈസ്, ഇറ്റ്സ് നോട്ട് സീക്രട്ട്. നിനക്കല്ലേ അറിയുള്ളൂ. എനിക്കറിയാം. People don't know that. അതെ അതെ. അയ്യോ അയ്യോ, എന്തിനാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട്? ഞാൻ ഓർക്കും ഞാൻ ഇതൊക്കെ എഴുതുമ്പോ ഞാനൊരു വലിയ സംഭവം സൈക്കോളജിക്കലി ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതും. എന്തായാലും ഇവൻ ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. എങ്ങനെയും കൊറേ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ച് ഇവൻ ഇവിടെ സോഫയിലേക്ക്, ഞാൻ പോയി ബാൽക്കണിയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ചിന്തിച്ച് എഴുതിയ ക്വസ്റ്റ്യൻസാ. ഇത് സിമ്പിൾ ആണ്. 7th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നിനക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ ഒരു പോയിന്റ് വാങ്ങും. ഇഫ് ഐ ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ ജിം, ഗെയിംസ് ആൻഡ് ഫുഡ്, വാട്ട് വുഡ് ഐ പിക്ക് ഫസ്റ്റ്? ജിമ്മ്, ഗെയിംസ്, ഫുഡ്, അതിൽ എന്തായിരിക്കും ഞാൻ ഫസ്റ്റ് പിക്ക് ചെയ്യുന്നത്? വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നീ അല്ലാണ്ടാവും. അത് കഴിഞ്ഞിട്ടേ നീ അടുത്തതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജിമ്മുമില്ല കളിയുമില്ല. ഇഫ് അതല്ലെങ്കിൽ പിന്നെ നീ ഗെയിംസ് ആയിരിക്കും. ഞാൻ എന്റെ മൈൻഡില് ഗെയിംസ് ആണ്. ഇവൻ എന്താ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന് ഫുഡ് കഴിച്ചിട്ട് ശരിയാണ്. ഓക്കെ, പക്ഷെ നിന്റെ ആൻസർ എന്റെ ആൻസർ ജിം, ഗെയിംസ് ആയിരുന്നു. പക്ഷെ ഓക്കെ, അവള് പറഞ്ഞു ശരിയാണ്. അപ്പൊ ഓക്കെ, 1. If I was a vegetable. നീ വെജിറ്റബിളാ? ഓക്കെ, ഞാൻ ഏത് വെജിറ്റബിൾ ആയിരിക്കും? ചക്ക. അല്ല, ചക്ക വെജിറ്റബിൾ അല്ലേ, ഫ്രൂട്ട് അല്ലേ? എന്റെ ഒരു ക്യാരക്ടർ ഒക്കെ വെച്ചിട്ട്. ഓ, ക്യാരക്ടർ വെച്ചിട്ടാണോ? കാന്താരി ആണോ? എന്റെ ഫസ്റ്റ് തോട്ട് അതായിരുന്നു, പക്ഷെ അതല്ല. ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. ഇവളെ കുറിച്ച് എനിക്കറിയാം, വെജിറ്റബിളിന്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. ശരി, പറഞ്ഞോ. മാംഗോ വെജിറ്റബിൾ അല്ല ഗൈസ്. പച്ചാണ് വെജിറ്റബിൾ. മാംഗോ വെജിറ്റബിൾ അല്ല. അത് ആൻസർ തന്നെ തെറ്റാണ്. ക്വസ്റ്റ്യൻ തെറ്റാണ്. മാംഗോയോ? പച്ചമാങ്ങ എന്ന് പറയേണ്ടി പറ്റുമോ നിനക്കപ്പോ? ഇപ്പൊ നീ മാംഗോ ആയിരിക്കും. നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ മാംഗോ ആണോ? എന്ത് മാംഗോ? മാംഗോക്ക് ഒരു മധുരം ഉണ്ടാവും ഗൈസ്. നിനക്ക് മധുരം ഉണ്ടോ? ഞാൻ അത് പറ്റൂല. അത് തെറ്റാണ്. ആൻസർ തെറ്റാണ്. ക്വസ്റ്റ്യൻ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും, പക്ഷെ ആൻസർ തെറ്റല്ല. ശരി, മാംഗോ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി എന്നുള്ളതല്ല അതിന്റെ മീനിങ്. ശരി, വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു വെജ് ഐറ്റം. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി എന്നാണ്, അല്ലാതെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാംഗോ. ഓക്കെ, നിനക്ക് തെറ്റിപ്പോയി. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. എന്തായാലും മാംഗോ കറക്റ്റാ. നീ ഫ്രൂട്ട് എന്ന് പറയുന്നായിരുന്നു. ഫ്രൂട്ട് എന്ന് പറയുന്നായിരുന്നു. വെജിറ്റബിൾ എന്ന് പറയുന്നത് പച്ചമാങ്ങാണല്ലോ. അത് പച്ചമാങ്ങയെന്ന് മാങ്ങയല്ലേ, അത് ഫ്രൂട്ട് അല്ലേ? മാംഗോ. അതായത് പച്ചയാകുമ്പോ അതിന് പുളിയായിരിക്കും. ശരി, നീ എനിക്ക് മൂഡ് സ്വിങ്സ് ഉള്ള സമയത്ത് ഞാൻ പച്ചമാങ്ങേന്റെ ക്യാരക്ടർ ആയിരിക്കും. അല്ലാത്തപ്പോ വളരെ തങ്കപ്പെട്ട സ്വഭാവമായിരിക്കും എനിക്ക്. പഴുത്ത മാങ്ങ നല്ല ക്യൂട്ടായിട്ട്. അതാ എന്റെ സ്വഭാവം. ഓക്കെ ഓക്കെ, എന്തൊക്കെയോ പറയുന്നു ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, അത് ക്വസ്റ്റ്യൻ തെറ്റാണ്, കുഴപ്പമില്ല. നീ 0 ഇട്ടോ. വെജിറ്റബിൾ അതല്ലല്ലോ. വെജിറ്റബിളും ഫ്രൂട്ടും തമ്മിൽ വ്യത്യാസം. റോ മാംഗോ ഈസ് ടെക്നിക്കലി എ ഫ്രൂട്ട് ഗൈസ്. സോ എന്റെ ക്വസ്റ്റ്യൻ തെറ്റാണ്. ബട്ട് എന്നാ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. എനിക്കിപ്പോ എന്റെ ഫേവറേറ്റ് കളക്ഷൻ എന്താണ്? എന്റെ ഫേവറേറ്റ് ഐ ഡോണ്ട് ഹാവ്. ഫുഡ് വേസ്, ചെരുപ്പ്. ഞാൻ എന്തിനാണ് എവിടെ കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടെ ഉണ്ട്. ബാഗ്. ഞാൻ എന്തിനു ഒരുങ്ങി കെട്ടി വന്നേക്കുന്നേ?
അതെ നീ ഇത്രേ ഉള്ളൂ, നീ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, ഇവിടെ കൈ നോക്കിട്ട് ഇത്രേ ഉള്ളൂ നീ. ഓക്കെ, കൂട്ടിക്ക ഒരു പോയിന്റ്. കളക്ഷൻ ആയിട്ട് തന്നേക്കുന്നത് എന്ത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഇഫ് ഐ ഗെറ്റ് ലോസ്റ്റ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്, വേർ വിൽ യു ഫൈൻഡ് മീ ഫസ്റ്റ്? നിന്നെയോ? എവ്രിവെയർ. He'll be picking everything in the supermarket. ഒരു സാധനം അവിടെ വെക്കാണ്ട് എല്ലാം ഇവന്റെ ട്രോളിയിൽ ഉണ്ടാവും. അതാണ് ഇവന്റെ ഒരു സ്പെഷ്യൽ സ്വഭാവം. പക്ഷെ എന്റെ ആൻസർ അതല്ല. ആൻസറിലേക്ക് ഞാൻ വരാം. ശരി, സൂപ്പർ മാർക്കറ്റ് വേണ്ട, നമ്മൾ ഒരുമിച്ച് പോകുന്നു, ഏതോ മോളിൽ പോകുന്നു, എവിടെയെങ്കിലും പോകുന്നു, ഓക്കെ, എന്നെ കാണുന്നില്ല, അപ്പൊ നീ എവിടെ നോക്കും? അതാണ് അതിന്റെ ആൻസർ. വാഷ്റൂം. അതെ. ഓ, ഇത് കണ്ടുപിടിക്കാൻ എത്ര നേരം. അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. 1 2. ഇപ്പൊ എത്ര ആയിട്ടുണ്ട് നിനക്ക് പോയിന്റ്? ഇപ്പൊ പോയിന്റ് എത്ര ഉണ്ട്? 1 2 3 4 5 5.5. യെസ് ഗൈസ്, ഇവക്ക് 5.5ഉം എനിക്ക് 7.5. ഞാനാണ് ലീഡിങ്ങിൽ നിൽക്കുന്നത് കേട്ടോ. യെസ്. നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എവിടെ വെച്ചാണ്, എന്നാണ്? അതെ, ഞാൻ ഫുള്ള് അറിയട്ടെ. എന്തായിരുന്നു, എന്തിനാണ് മീറ്റ് ചെയ്തത്? ഇതെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവോ നീ? ഈ 3 ഐറ്റംസ് റിപ്ലൈ ചെയ്യണം. അതെ, ഫസ്റ്റ് നമ്മൾ എവിടെ വെച്ച്, എന്തിന്, ഡേറ്റ് ഒരു അത് എനിക്ക് ഇവിടെ ഇവൻ തോൽക്കും. ആണ്, ബോയ്സ് അങ്ങനെയാണ്. ഞാനത് ലോജിക്കലി പിക്ക് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് നമ്മൾ ആ ടീം ലഞ്ചിന് പോയപ്പോൾ ബ്ലൂംസ് കഫേ. രണ്ടും സെറ്റ് ആയില്ലേ? ഇനി ഡേറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഡേറ്റ് ഇയർ പറയണ്ട, ഡേറ്റ് പറഞ്ഞാൽ. ഡേറ്റ് ജാൻ 20. അല്ല, ജാൻ 21. ഒരു ചാൻസ് തരാം. 21 അല്ല, ഒറ്റ ഒന്നുകൂടെ. ജാൻ 18. ജാൻ 17 ആയിരുന്നു. അത് ഞാൻ ഓർത്തിരിക്കാൻ കാരണം എന്താ അറിയോ? അത് ആക്ച്വലി ഒരു റാൻഡം ടീം ലഞ്ച് ആയിരുന്നു. പക്ഷെ ഡേറ്റ് ഓർത്തിരിക്കാൻ കാരണം നമ്മൾ മാരേജ് ഫിക്സ് ചെയ്ത ശേഷം എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയില്ലേ, നമ്മൾ ഇന്നാണ് ആ ഒരു ഡേറ്റിലാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പം എനിക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നത് ഈ ടീം ലഞ്ചിന്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ മെയിൽ ഞാൻ നമ്മളെ കല്യാണം ഉറപ്പിച്ച ശേഷം ആ മെയിൽ ഞാൻ എടുത്തു നോക്കി. ആ ഡേറ്റ് ഏതാണെന്ന് ഓർക്കാൻ വേണ്ടിട്ട്, ജസ്റ്റ് നമുക്ക് ഓർക്കാലോ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഡേറ്റ്. നോർമലി നമ്മൾ ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യുന്ന ഇപ്പൊ മറ്റേ നമ്മളെ ഫോണിൽ എന്തായാലും ഫോട്ടോ എടുത്ത ഡേറ്റ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഡേറ്റ് കൺഫേം ചെയ്യാൻ പറ്റും ഫോട്ടോ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ടീം ഔട്ടിങ്ങിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ജാൻ 18 വരെ എത്തി. 10 ക്വസ്റ്റ്യൻ ആക്കിയാലോ നമുക്ക്? 10 ക്വസ്റ്റ്യൻ മതിയോ? വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ജിം വർക്കൗട്ട്? നിന്റെ ഫേവറേറ്റ് ജിം വർക്കൗട്ട് ആംസ് ആയിരിക്കും. അല്ല, ലെഗ്. 3 ചാൻസ് ഉള്ളോട്ടെ. ഇല്ല, എന്താ നീ എല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു അല്ല. അപ്പൊ ഓക്കെ, 0 ആണ് പോയിന്റ്സ്. ഓക്കെ, എന്റെ ബാക്ക് ഒന്നുമല്ല, എനിക്ക് ബാക്ക് ഒന്നുമല്ല അത്ര ഇഷ്ടം. എനിക്ക് ബാക്ക് അത് പുൾ ഡൗൺ, ലാറ്റ് പുൾ ഡൗൺ ഒക്കെ ചെയ്യാൻ എനിക്ക് പ്രാന്താണ്. ഞാൻ പിന്നെ എന്തെങ്കിലും വരട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ്. ലെഗ് ആണെങ്കിലും എനിക്ക് അത്ര ഇഷ്ടം. പക്ഷെ എനിക്ക് നോർമലി ഇഷ്ടമുള്ളത് ഷോൾഡർ ആണ്. എനിക്ക് ഉള്ള ചെസ്റ്റും ഈ ബാക്ക് ഒക്കെ ചെയ്യുമ്പോ നമുക്ക് അത് വിസിബിളി നമുക്ക് ഇടുന്ന ഡ്രസ്സ് വെച്ചിട്ട് കാണാൻ പറ്റൂല. പക്ഷെ ഷോൾഡർ സ്ലീവ്ലെസ് ഇട്ടിട്ട് നമ്മൾ ഈ ലാറ്ററൽ റേസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലോണം ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നല്ല ഒരു ഫീലാ. ഇത് ഇപ്പൊ 9th നീ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ 9th ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പീരിയഡ്സ് ആവുമ്പോ ഞാൻ എന്താ യൂസ് ചെയ്യുന്നോ? മെൻസ്ട്രുവൽ കപ്പ്. എന്താ നീ ഒരു ബോയ് അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിഞ്ഞിട്ട് എന്തിനാ? അതെ, നീ എന്താണ് ഇതൊക്കെ എനിക്ക് അറിയാം.
ഗേൾസ്. ഇതൊക്കെ നീ എന്തിനാണ് അറിയുന്നേ? അത് എനിക്കറിയാലോ, നീ തന്നെ പറഞ്ഞിട്ടല്ലോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ ഓർത്ത് ഇവനെ അവന്റെ ആവശ്യമില്ലല്ലോ, അവൻ അതൊക്കെ കേട്ടപ്പോഴേ ചെവി കൂടെ വിട്ടിട്ടുണ്ടാവുന്നു. അതുപോലെ കേട്ട് നീ പറഞ്ഞോ. ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിലുണ്ടാവും. അത് എപ്പോഴേലും ഞാൻ ഇങ്ങനെ റീകളക്ട് ചെയ്യും. പക്ഷെ ഞാൻ മൾട്ടിപ്പിൾ തോട്ട്സിലായിരിക്കും. പക്ഷെ എന്നാലും എനിക്കത് മൈൻഡിലുണ്ടാവും. ഇവളുടെ വിചാരം എന്താ വെച്ചാൽ ഞാൻ മൈൻഡ് ആക്കുന്നില്ല. ഞാൻ ഗൈസ് ബോയ്സ് ഇങ്ങനെയാണ്, ഈ സാധനങ്ങളെല്ലാം ശ്രദ്ധിക്കും, നമ്മുടെ മൈൻഡിലും ഉണ്ടാവും. പക്ഷെ ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവരുടെ വിചാരം. ഇവരുടെ മീൻസ് ഗേൾസിന്റെ. അപ്പൊ 9 ക്വസ്റ്റ്യൻ ആയില്ലേ? എന്റെ ടോട്ടൽ പോയിന്റ്സ് എത്രയാ? പറഞ്ഞിട്ടെന്താ വേണം? 9 questions അല്ലേ, 8 ആയി എന്റെ പോയിന്റ്സ്. വാട്ട് ഈസ് മൈ കംഫർട്ട് പ്ലേസ് ഓർ കംഫർട്ട് ആക്ടിവിറ്റി? കംഫർട്ട് പ്ലേസ് ഓർ ആക്ടിവിറ്റി? കംഫർട്ട് പ്ലേസ് ഒരു കംഫർട്ട് ആക്ടിവിറ്റി ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ട്, ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി. അങ്ങനത്തെ സാധനങ്ങൾ. ടർഫായിരിക്കും. ഫുട്ബോൾ അതെ, നമ്മ ടർഫ് ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ് ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് പ്രത്യേകിച്ച് പിക്കേണ്ട ആവശ്യമില്ല. എനി ഗെയിംസ്, ബാഡ്മിന്റൺ ആണ് അത്. ഓക്കെ, അതിലാണ് ഞാൻ കുറച്ചും കൂടെ കംഫർട്ട്. എന്റെ കംഫർട്ട് പ്ലേസ് ഓക്കെ, ഞാൻ ഹാപ്പി ആയിട്ട് സ്പോർട്സ്. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ അയ്യോ ഞാനാണ് ലീഡിങ്ങിനുള്ളത്. അങ്ങനെ പോവാ. എന്റെ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ക്യൂട്ട് തിങ് എന്താ? മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ക്യൂട്ട് തിങ് എത്ര ക്യൂട്ടാന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായി. അത് നിന്റെ തോരടിച്ച് ഞാൻ പൊളിക്കും. ക്യൂട്ടല്ല, എനിക്ക് ദേഷ്യം വരാ, ദേഷ്യം. അവിടെ ക്യൂട്ട് തിങ് എന്താ? എല്ലാ ഗേൾസും ഇങ്ങനെ തോന്നുന്നു. ഞാൻ വേറെ കുറെ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവക്ക് പ്രാന്താണ്, പ്രാന്ത്. ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി എനിക്ക് ദേഷ്യം വരും. അതല്ലേ? അപ്പൊ നമ്മള് 10 ക്വസ്റ്റ്യൻ, നമ്മള് 15 ക്വസ്റ്റ്യൻ ആണ് പ്ലാൻ ചെയ്തത്. കുറച്ച് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ 10-ൽ നിർത്തി. അടങ്ങിയിരുന്നു. അപ്പൊ 10-ൽ നമ്മൾ ഒതുക്കി. അപ്പൊ നമ്മൾ ആരെ ജയിച്ചെന്ന് നമുക്ക് നോക്കാം അല്ലേ? ആരാണ് ജയിച്ചത്? 15-ൽ 15 ഔട്ട് ഓഫ് 15 എടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. എടുത്തു, നീ തൂക്കി. ഓക്കെ, നിന്റെ പോയിന്റ്സ് ഞാൻ പറയാം. ഔട്ട് ഓഫ് 10 6.5 ആണ് ഗൈസ്. ഇവള് ഞാൻ എത്ര 9.5 ഇല്ലേ? ഒരു 0.5 ഉണ്ട് എനിക്ക് എവിടെയോ. 2.5 ഉണ്ട് ആണോ? അപ്പൊ ഞാൻ 9 ഗൈസ് 6.5. എന്നെ കുറിച്ച് ആകെ അറിഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പാവം കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ കുറച്ച് പഠിക്കാൻ. ഇവന്റെ അടുത്ത് ഇവന് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റേ ഫുഡാണോ ഇതാണോ? ഇവൻ ആദ്യം ചൂസ് ചെയ്യുന്ന ഫുഡാണോ ഗെയിംസ് ആണോ ചോദിക്കുമ്പോ ഇവൻ വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാണ്ട് ഇവൻ ഉറപ്പായിട്ടും കളിക്കാൻ പോകും. ശരി, അത് നീ കറക്റ്റ് ആക്കി വിട്, അത് കുഴപ്പമില്ല. അത് കറക്റ്റ് ആക്കി. ഇതാ 1 കൊടുത്തിട്ടുണ്ട് അതിന്. നിനക്ക് തെറ്റിയത് എല്ലാം തെറ്റിയിട്ടുണ്ട്. ഞാൻ പാവം എന്ന് പറഞ്ഞ് 0.5 ഇട്ട് കൊടുത്തതാ. എന്നിട്ടാണ് നീ ഇവിടം വരെ എത്തിയത്. അടുത്തൊരു ചാലഞ്ച് ആയിട്ട് നമുക്ക് വരാം. ഹൂ നോസ് ഹൂ ബെറ്റർ അല്ലേ അത്? അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. അടുത്ത ചാലഞ്ചിലേക്ക് നീ ജയിക്കാതെ. ഓക്കെ, അപ്പൊ അടുത്തൊരു നല്ല ചാലഞ്ച് ആയിട്ട് നമുക്ക് വരാം. അപ്പൊ ഇന്നത്തെ ടാസ്കിൽ ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. അല്ലെ, അടുത്ത നീ ഒരു സാധനം കൊണ്ടുപോവാ. അതിൽ നീ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ചാലഞ്ചാണ് അല്ലേ? ഞാൻ ഉണ്ടാക്കിയ കണ്ടന്റാണ്. ഇതേപോലെ ഒരു കണ്ടന്റുമായിട്ട് നമ്മൾ ആദ്യം വരും. എനിക്ക് അത്ര ഇഷ്ടമായില്ല, നിങ്ങൾക്കും ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പൊ അടുത്ത നല്ലൊരു ബ്ലോഗ് ആയിട്ട് കാണാം പോലെ. ബൈ ഗൈസ്. ബൈ.